പൊന്നാനി ചരിത്ര നഗരം എന്ന പരമ്പരയിൽ ഇത് 5-ാമത്തെ എപ്പിസോഡാണ്. ഈ പരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പൊന്നാനിയിലെ ഇടവഴികളെക്കുറിച്ചാണ്. പൊന്നാനിക്ക് പല വിശേഷങ്ങളുമുണ്ട്. പള്ളികളുടെ മഹാനഗരി, പള്ളിക്കാടുകളുടെ നഗരി, മക്ബറുകളുടെ നാട് തുടങ്ങി പല വിശേഷങ്ങളിലും പൊന്നാനി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിശേഷണം ഇടവഴികളുടെ നാട് എന്ന രീതിയിലും പൊന്നാനിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. പവൻ ഗോൾഡ് തിരൂർ. ഇപ്പോൾ നമ്മളുള്ളത് കുട്ടിഹസൻ കുട്ടിക്കാന്റെ ഇടവഴിയിലാണ്. ഭാരതപ്പുഴ മുതൽ പുതുപൊന്നാനി വരെ പൊന്നാനി നഗരവും സൗത്തും പ്രദേശങ്ങൾ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ 100ഓളം ഇടവഴികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊന്നാനി നഗരത്തിൽ ഇടവഴികളുടെ കൂട്ടായ്മയായ ഒരു പ്രദേശത്താണ് ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചത്. ഈ ഇടവഴികൾ പലതും തന്നെ വിവിധ രീതികളിലുള്ള ചരിത്ര സംഭവങ്ങളും ഐതിഹ്യങ്ങളും ചില കെട്ടുകഥകളും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭാരതപ്പുഴയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആരംഭിക്കുകയാണെങ്കിൽ കൊച്ചാൻ്റോടത്തെ ഇടവഴി, ഔക്കരിക്കാന്റെ ഇടവഴി, മാനങ്കണ്ടത്തെ ഇടവഴി, അറക്കൽ വളപ്പ് ഇടവഴി, കൊല്ലാനകത്തെ ഇടവഴി, തട്ടാൻ്റോടത്തെ ഇടവഴി, പുതുപ്പള്ളിയുടെ ഇടവഴി, കല്ലറക്കൽ ഇടവഴി, അറക്കല വളപ്പിലെ ഇടവഴി, സിദ്ദീഖ് വള്ളിന്റെ ഇടവഴി, യായ്ച്ചിൻഡോത്തെ ഇടവഴി, പി സി ഹാജിന്റെ ഇടവഴി, സഭയുടെ ഇടവഴി, മാഞ്ഞാമ്പ്രത്തെ ഇടവഴി, അത്തക്കാവ് വീട്ടിലെ ഇടവഴി, എളാപ്പാന്റെ വള്ളിന്റെ ഇടവഴി, മൂർധ്യാനത്തെ ഇടവഴി, കുച്ചന്റെ ഇടവഴി, പുത്തംകുളത്തിന്റെ ഇടവഴി, ഒലിപ്പിലെ ഇടവഴി, ഹാജേർ വള്ളിന്റെ ഇടവഴി, സിയാറത്ത് വള്ളിന്റെ ഇടവഴി, പാണ്ടിത്തറയുടെ ഇടവഴി, 66 കോളനിയുടെ ഇടവഴി, താഹാപ്പള്ളിയുടെ ഇടവഴി, ഞാറക്കാപ്പറമ്പിന്റെ ഇടവഴി, മുല്ല റോഡിന്റെ ഇടവഴി, അംസത്ത് വള്ളിന്റെ ഇടവഴി, അഴീക്കലെ കടപ്പുറത്തെ പള്ളിന്റെ ഇടവഴി, ലൈറ്റ് ഹൗസിന്റെ ഇടവഴി, തീപ്പട്ടിക്കമ്പിന്റെ ഇടവഴി, ആനപ്പറമ്പിന്റെ ഇടവഴി തുടങ്ങി കനോലിക്കനാലിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇടവഴികളും, കനോലിക്കനാലിന്റെ കിഴക്ക് ഭാഗത്ത് മക്കിപ്പള്ളിന്റെ ഇടവഴി, പഴയകാലത്തെ കള്ള് ഷാപ്പിന്റെ ഇടവഴി തുടങ്ങി ഏകദേശം നമ്മൾ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഏകദേശം 100ഓളം ഇടവഴികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഇടവഴികളെല്ലാം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ആയ്ച്ചിൻഡോത്തെ ഇടവഴി, ഈ ആയ്ച്ചിൻഡോത്തെ ഇടവഴിയിലാണ് TAUP സ്കൂൾ രണ്ടാമതായി ആരംഭിക്കുന്നത്. പൊന്നാനി നഗരത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട 2 ഇടവഴികളാണ് ജുമാ മസ്ജിദിന് സമീപമുള്ള നൂർധ്യാനത്തെ ഇടവഴിയും പൊന്നാനി അങ്ങാടിയിലെ യായ്ച്ചിൻഡോത്തെ ഇടവഴിയും. നൂർധ്യാനത്തെ ഇടവഴിയിലെ ജുമായത്ത് പള്ളിക്ക് തൊട്ട് വടക്ക് വശമുള്ള നൂർധ്യാനത്തെ ഇടവഴിയിലെ ആ വീട്ടിൻ്റെ പടിപ്പരയുടെ മുകളിലാണ് പൊന്നാനി നഗരത്തിലെ
ആദ്യത്തെ ഹയർ വിദ്യാലയമായ TAVP സ്കൂളിൻ്റെ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനം യായ്ച്ചിൻഡോത്തെ ഇടവഴിയിലെ യായ്ച്ചിൻ്റകം തറവാട്ടിൻ്റെ മുകളിലേക്ക് മാറ്റി. അപ്രകാരം തന്നെ ഈ കല്ലറക്കല ഇടവഴി, മുജാഹിദ് പള്ളിൻ്റെ തൊട്ടു മുമ്പിലുള്ള കല്ലറക്കല ഇടവഴി, ഈ കല്ലറക്കല ഇടവഴിയിൽ പഴയ കാലത്ത് പിശാചുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം പറയപ്പെടാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ പൂർവികരായ ആളുകൾ പറഞ്ഞിരുന്നു, ഈ ഇടവഴിയിൽ, അന്ന് വളരെ ഇടുങ്ങിയ ഇടവഴിയായിരുന്നു അത്, ആ ഇടവഴിയിൽ അർദ്ധരാത്രിയായാൽ ഒറ്റമൊലിച്ച് ചൊക്യാക്ക എന്ന് പറയുന്ന 2 പിശാചുക്കളുടെ തേരോട്ടമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഇടവഴികളെല്ലാം തന്നെ കാലാന്തരത്തിൽ പലതും വികസിച്ച് നല്ല രീതിയിലുള്ള കോൺക്രീറ്റ് റോഡുകളായി മാറി. വലിയ രീതിയിൽ യാത്രാ സൗകര്യം സഞ്ചരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് റോഡുകളായി മാറി. ചില ഇടവഴികൾ സാമൂഹ്യ ദ്രോഹികളുടെ ശല്യം കാരണം, രാത്രി സമയങ്ങളിൽ സാമൂഹ്യ ദ്രോഹികളുടെ ശല്യം കാരണം അതിൻ്റെ പരിസര നിവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് അത് അടക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഇടവഴികളാണ് പൊന്നാനി നഗരത്തിലെ അത്തമാനത്തെ ഇടവഴി, അതേപ്രകാരം തന്നെ മാഞ്ഞാമ്പുറത്തെ ഇടവഴി, അത്തക്കാവ് വീട്ടിലെ ഇടവഴി തുടങ്ങിയ പല വഴികളും സാമൂഹ്യ ദ്രോഹികളുടെ ശല്യം കാരണം അത് അടക്കേണ്ടി വന്നു. ഏതായാലും പൊന്നാനി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇടവഴികൾ ഒരു കാലത്ത് പൊന്നാനിയുടെ നഗരവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പൊന്നാനി സൗത്ത് പ്രദേശവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം പൊന്നാനി നഗരത്തിലെ പല ഇടവഴികളും, ഉദാഹരണമായി പള്ളിക്കടവിന് സമീപമുള്ള അറക്കലവളപ്പിലെ ഇടവഴി, ഈ ഇടവഴിയുടെ തെക്ക് ഭാഗത്ത് 5-8 തറവാടുകൾ, പൊന്നാനിയിലെ പുരാതന തറവാടുകളായ 5-8 തറവാടുകൾ അവിടെ ഉണ്ടായിരുന്നു. മമ്മച്ചൻ വീട്, അതേപ്രകാരം തന്നെ ഖുറാന വീട്, പിന്നെ പാലത്തം വീട്, കോയിക്കമ്പണി, കണ്ടത്ത് വീട്ടിൽ പുതിയ നാലകം, ആര്യമാക്കാനകം, പിന്നെയും പാലത്തം വീട്. ഇത്രയും പൊന്നാനിയിലെ പുരാതന തറവാടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് റോഡുകലോത്തെ ഇടവഴി വരുന്നത്. അപ്പം ഇതിൻ്റെ ഇടക്ക് പിന്നെ ഒരു വീട്ടിൽ നിന്ന് കയറിയാൽ, മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റ് പോലെ മറ്റു വീട്ടിലേക്ക് ഇറങ്ങി അങ്ങോട്ട് 5-8 വീട്ടിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇതുപ്രകാരം തന്നെ JM റോട്ടിലെ ജുമായത്ത് പള്ളി പാലത്തിൻ്റെ ഇടവഴി കഴിഞ്ഞാൽ മറ്റൊരു ഇടവഴി വരുന്നത് തറീഖാനത്തെ ഇടവഴിയാണ്. ഇതിൻ്റെ ഇടയിലും ധാരാളം വീടുകളുണ്ട്. അപ്പം ഇതൊക്കെ പഴയ കാലത്ത് പൊന്നാനി അങ്ങാടിയിലെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഇടവഴികളാണ്. പിന്നെ ഇങ്ങനെ ഇടവഴികൾ വർദ്ധിച്ച് അവസാനം ഒരു നാട്ടുചൊല്ല് തന്നെയുണ്ട്, ബൈനാമാൻ്റെ ഇടവഴി എന്ന്. ബൈനാമാൻ്റെ ഇടവഴി എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് ഒരു അറബി പദമാണ്. ബൈനഹുമ എന്നുള്ള അറബി പദത്തിൽ നിന്ന്, ബൈനഹുമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പദം രണ്ടിൻ്റെയും ഇടയിൽ എന്നുള്ള അർത്ഥം. അപ്പം അത് ലോപിച്ചിട്ടാണ് ബൈനാമാൻ്റെ ഇടവഴി. അതേപ്രകാരം തന്നെ ചില പ്രത്യേക രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഇടവഴിയുണ്ട്. ശത്രുബായിൻ്റെ ഇടവഴി കഴിഞ്ഞാൽ വേറൊരു ഇടവഴി ഉണ്ടായിരുന്നു, അത് ദൂസിക്കോലിൻ്റെ ഇടവഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ധാരാളം ഇടവഴികളുടെ പ്രദേശമാണ് പൊന്നാനി. പലതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാന്തരത്തിൽ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായത് കാരണം ഇപ്പോൾ അവയിലധികവും തന്നെ കോൺക്രീറ്റ് വഴികളായി മാറിയിരിക്കുന്നു. മലബാറിൽ തന്നെ ഇത്രയും കൂടുതൽ ഇടവഴികളുള്ള മറ്റൊരു പ്രദേശം കാണാൻ പ്രയാസമാണ് എന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊള്ളുകയാണ്.
പൊന്നാനിയുടെ പഴയകാല നഗരത്തിലെ രീതികളും സമ്പ്രദായങ്ങളും അതിനോടനുബന്ധിച്ച് ഓരോ ഇടവഴികളുടെ തറവാടുകളുടെ ബാക്കിലുള്ള ഇടവഴിയുമായി ബന്ധപ്പെട്ട വാതിലുകൾക്കും പ്രത്യേകമായ ചരിത്രമുണ്ട്. അതായത് പൊന്നാനി അങ്ങാടിയിലെ സ്ത്രീകൾ പഴയ കാലത്ത് വീട്ടിൽ എന്തെങ്കിലും അടിയന്തരങ്ങൾ ഉണ്ടായാൽ വീട്ടിൻ്റെ മുൻഭാഗത്ത് കൂടി കയറുന്ന പതിവുണ്ടായിരുന്നില്ല. മറിച്ച് വീട്ടിൻ്റെ പിൻഭാഗത്ത് ഇടവഴിയിൽ ചേർന്ന ആ വാതിലൂടെയായിരുന്നു സ്ത്രീകൾ ചേർന്ന് വീട്ടിലേക്ക് പ്രവേശിച്ചത്. ഇങ്ങനെ എല്ലാം കൊണ്ടും തന്നെ പൊന്നാനിയുടെ ഇടവഴി പറഞ്ഞാൽ തീരാത്ത ചരിത്ര സംഭവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.